ബിഗ് ബോസ് വീട്ടിൽ മല്ലയ്യ തന്റെ അധികാരങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ അധികാരം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കൂടെയുള്ളവർക്ക് അത് സഹിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ അവരുടെ മേൽ നമ്മുടെ അധികാരങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് എതിർ ശബ്ദങ്ങളും ഉണ്ടാവുന്നത്. മല്ലയ്യയുടെ പ്രവൃത്തി ഒറ്റ നോട്ടത്തിൽ മോശമായി തോന്നിയാലും മല്ലയ്യ തനിക്ക് കിട്ടിയ ടാസ്ക് ഗംഭീരമായി ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് ഓവറല്ലേ എന്ന് പറയുന്നവരോട് ഇച്ചിരിയൊക്കെ ഓവറായാലേ ആൾക്കാർ ശ്രദ്ധിക്കൂ. ഇനി ജിൻഡോ അവിടെ സോഫയിൽ ഇരിക്കുന്ന സമയത്ത്, ലിവിംഗ് ഏരിയയിൽ ഇരിക്കുന്ന സമയത്ത് എടുത്തൊരു ഡിസിഷൻ ഉണ്ട്. അത് പറഞ്ഞ രീതിയൊക്കെ കേൾക്കുമ്പോൾ ഇയാളിത് എന്തോ തൊട്ടേനും പിടിച്ചേനും എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ ബിഗ് ബോസ് കഴിഞ്ഞ ആഴ്ച എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? പവർ ടീമിന് പവർ ഇല്ല, പവർ യൂസ് ചെയ്യുന്നില്ല എന്ന്. ഹൗസ്മേറ്റ്സ് എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? പവർ ടീമിന് പവർ ഇല്ല, പവർ യൂസ് ചെയ്യുന്നില്ല എന്ന്. ഇപ്പോൾ പവർ ടീമിന് പവർ വന്നു, ജിൻഡോ അത് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവിടെയുള്ളവർക്ക് അതായി പുതിയ പ്രശ്നം. പവർ ടീം എന്ത് ചെയ്യാണ്? പവർ യൂസ് ചെയ്യാണെന്നുള്ളതായി പ്രശ്നം. പക്ഷെ ഇതിനകത്ത് രണ്ട് സൈഡ് ഉണ്ട് കേട്ടോ ഈ കാര്യങ്ങളിൽ. ഗബ്രി രണ്ട് കാലും ഇങ്ങനെ പൊക്കി നമ്മൾ ചമ്രം പടഞ്ഞിരിക്കുന്നത് പോലെ ഈ സോഫയുടെ പുറത്ത് കാല് കയറ്റി വെച്ചിരുന്നു. അപ്പോൾ ജിൻഡോ വന്നിട്ട് പറഞ്ഞു, ഇനി മുതൽ ഇവിടെ ഇരിക്കുന്നവർ അങ്ങനെ ഇരിക്കാൻ പാടില്ല, അത് ഇരിക്കാനുള്ള സ്ഥലമാണ്, കാലിലുള്ള ചെളിയും മറ്റുമൊക്കെ ആ ഇരിപ്പിടത്തിലാകും, സോഫയിൽ ചെളിയാവുന്നത് കൊണ്ട് അങ്ങനെ ആരും ഇരിക്കാൻ പാടില്ല, കാല് താഴ്ത്തിയിട്ട് തന്നെ ഇരിക്കണം എന്ന് ജിൻഡോ പറഞ്ഞു. ആ പറഞ്ഞതിനോട് 100% എനിക്ക് യോജിപ്പാണ്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു സോഫ അല്ലെങ്കിൽ ലിവിങ് ഏരിയ എന്ന് പറയുന്നത് അവിടെയുള്ള എല്ലാവരുടേതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും ഉപയോഗിക്കേണ്ടതായതുകൊണ്ട് ഒരാളിങ്ങനെ കാല് കയറ്റി വെക്കുമ്പോൾ അതിൽ ചെളിയായാൽ അവിടെ വേറൊരാൾ പിന്നീട് വന്ന് ഇരിക്കേണ്ടതാണ്. അപ്പോൾ അത് ജിൻഡോ പറഞ്ഞത് വളരെ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ അതേ സമയത്ത് മുടിയൻ പറയുന്നുണ്ട്, അങ്ങനെ ഇനിയിപ്പോൾ നമ്മളെ ബെഡിൽ കാല് വെച്ച് കിടക്കാമോ എന്ന് മുടിയൻ ചോദിക്കുന്നുണ്ട്. ബെഡിൽ കാല് വെച്ച് കിടക്കാം, കാരണം നിങ്ങളുടെ ബെഡാണത്, അതൊരു ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടിയാണ്. ബിഗ് ബോസിനകത്ത് നിങ്ങളുടെ ബെഡ് തൽക്കാലത്തേക്ക് നിങ്ങളുടേതാണെന്ന് പറയാം, പക്ഷെ അതുപോലും നിയന്ത്രിക്കാൻ പവർ ടീമിന് അധികാരമുണ്ടെന്നാണ് ബിഗ് ബോസ് പറയുന്നത്. ഒരാളുടെ റൂം മാറ്റി കിടത്താനോ അവരുടെ ബെഡ് നിഷേധിക്കാനോ പോലും അവകാശമുണ്ട്. പക്ഷെ അവിടെ ജിൻഡോ പറയുന്നത്, നിങ്ങൾ കിടക്കുന്ന ബെഡിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം, അതിനകത്ത് തൽക്കാലം ഞാൻ ഇടപെടുന്നില്ല. സോഫ പക്ഷേ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, അതിൽ കാല് കയറ്റി വെച്ച് ഇരിക്കാൻ പാടില്ല എന്ന്. ഗബ്രിയുടെ വക ഒരു ചോദ്യമുണ്ട്, നാളെ തൊട്ട് ഇനിയിപ്പോൾ നമ്മൾ കാർപ്പറ്റിൽ കൂടെ കൈകുത്തി നടക്കേണ്ടി വരുമോ? അല്ല ഇനി ചെളിയാവോ എന്ന് പറഞ്ഞിട്ട്, അത് ചെളിയാവുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ കൈകുത്തി നടക്കാനോ അല്ലെങ്കിൽ തലകുത്തി നടക്കാനോ പറഞ്ഞാൽ ഞങ്ങൾ പെട്ടുപോകുമല്ലോ എന്ന് ഗബ്രി പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡോ പവറുകൾ ഉപയോഗിക്കുമ്പോൾ എതിർ ശബ്ദങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആ പവർ മറ്റുള്ള മത്സരാർത്ഥികൾക്ക് ബുദ്ധിമുട്ടായി മാറുന്ന ഒരു പോയിന്റിൽ അവരതിനെ എതിർക്കും. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ലൈവിനകത്ത് നന്നായിട്ട് സംസാരിച്ച് കണ്ടന്റുകൾ ഉണ്ടാക്കുന്നുണ്ട് ഗബ്രിയും അതുപോലെ തന്നെ ജിൻഡോയും. ഗബ്രി നന്നായിട്ട് പ്രൊവോക്കിങ് ഗബ്രിയുടെ ഭാഗത്തു നിന്ന് ഗബ്രി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ജിൻഡോയും അതിനെ ഡിഫെൻഡ് ചെയ്തിട്ട് പ്രൊവോക്ക് ചെയ്യാനും അധികാരം ഉപയോഗിക്കാനും ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോറയും ഇന്ന് അത്യാവശ്യം നന്നായിട്ട് കുറച്ച് ഓവറായിട്ട് ഒച്ച എടുക്കാതെ ഒന്ന് കൺട്രോൾ ചെയ്താൽ കൊള്ളായിരുന്നു, ചെവി അടിച്ചു പോകണം, അതേ ഉള്ളൂ. അതെന്തോ ആയിക്കോട്ടെ, നോറ ഒന്ന് കൺട്രോൾ ചെയ്ത് സംസാരിച്ചാൽ കൊള്ളായിരുന്നു. ഇല്ലെങ്കിൽ ഈ വളാന്ന് ഇങ്ങനെ തുരാ സംസാരിച്ചാൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് കേട്ടോണ്ടിരിക്കാൻ. എനിവേ, അപ്പോൾ ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ബിഗ് ബോസ് വീടിനകത്ത് ജിൻഡോ വേഴ്സസ് ഹൗസ്മേറ്റ്സ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ജിൻഡോ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് വൺ മാൻ ഷോ കാണിക്കുകയാണ് അവിടെ. അതായത് എല്ലാവർക്കും എതിരായിട്ട്, ഈവൻ റസ്മിന് പോലും ജിൻഡോയുടെ പല ഡിസിഷൻസും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ജിൻഡോ തനിക്ക് കിട്ടിയ അധികാരം എല്ലാവരുടെ മുകളിലും ഉപയോഗിക്കും. മണ്ടനെന്ന് മുദ്ര കുത്തിയവരുടെ മുകളിൽ അധികാരം ഉപയോഗിക്കാൻ, പവർ യൂസ് ചെയ്യാൻ കിട്ടിയ ഒരു അവസരം ജിൻഡോ എങ്ങനെയാണ് പാഴാക്കുക? ജിൻഡോ ഉറപ്പായും അത് ഉപയോഗിക്കും. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്.